ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് വീഡിയോ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതായത് ഫോൺ ഡയറക്റ്റ് പിടിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കുന്നത്. നോർമലി ഞാൻ വീഡിയോ എടുക്കും എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതല്ലേ. ഇതുപോലെ ആദ്യമായിട്ട് എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ വീഡിയോ എടുക്കാൻ. പക്ഷെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ലേ, എങ്ങാനും കൊളാവുകയാണെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യൂല. അപ്പോൾ റോഹനും ചെറിയ നല്ല ഉറക്കമാണ്. അപ്പോൾ റോഹന് സ്കൂളിൽ പോകണം. രാവിലെ 9 മണിക്ക് ബസ് വരാം. അപ്പം അതിന് മുന്നേ ഫുഡൊക്കെ ഉണ്ടാക്കണം. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഉച്ചക്കത്തെ ചോറും കറിയും, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഡെയിലി, അതായത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, ഡെയിലി വ്ലോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ശ്രമിക്കാം. അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ചെറുതായിട്ട് ഞാൻ എന്നൊന്നും പരിചയപ്പെടുത്തി തരാം. ബാക്കി കാര്യങ്ങളൊക്കെ റോഹ സ്കൂളിൽ പോയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ സമയമില്ല. എൻ്റെ പേര് ജിജിന. എനിക്ക് 2 മക്കളുണ്ട്, റോഹൻ ജെറിൻ. റോഹന് 10 വയസ്സ്, ജെറിന് 2.5 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, സൗദിയിൽ. അപ്പോൾ ഇവിടെ ഞാനും മക്കളും മാത്രമേ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. ആദ്യം അടുക്കളയിൽ പോയിട്ട് അവിടെ നിന്ന് ബാക്കി വിശേഷം പറയാം കേട്ടോ. ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോൻ്റെ ബസ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ. അപ്പോൾ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു അടുപ്പിൽ ചായ വെക്കും, മറ്റേ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെക്കും. പിന്നെ ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങാനും ലേറ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ബാക്കി ഇതൊക്കെ ആക്കട്ടെ, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിശേഷം പറയാം കേട്ടോ. ഇത് വീട്ടിലെ 2 കോഴികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് 2നും രാവിലെ തന്നെ കൊടുക്കും. അപ്പോൾ ഞാൻ ഇനി അത് കൊടുക്കട്ടെ. 2 പേരും നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ റോഹന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വിളിക്കട്ടെ. അങ്ങനെ ചോറ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ, അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കാൻ വെച്ചു. പിന്നെ റോഹൻ എഴുന്നേറ്റിട്ടുണ്ട്, അവൻ പല്ല് തേക്കുവാണ്. വാവേ വാ, നോക്കട്ടെ അമ്മ നോക്കട്ടെ. ജെറി പല്ലേച്ചിന്നാണോ? ഓക്കേ. കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയാണ്. ദോശ ആട്ടയും മൈദയും മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ മുട്ടയും കൂടി ഇട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് കേട്ടോ. കുഞ്ഞിങ്ങോട്ടൊക്കെ കഴിച്ചോ? ഓക്കേ. റോഹൻ്റെ ബസ് ഇന്ന് എപ്പോഴും വരുന്നതിലും കുറച്ചും കൂടി നേരത്തെ വന്ന കേട്ടോ. അതുകൊണ്ട് പോകുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വൈകിട്ട് വിളിക്കാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാം കേട്ടോ, അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ. അപ്പോൾ ഞാനും ചെറിയും കൂടി ഇപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഇതാ വീടിൻ്റെ ചുറ്റിലും റബ്ബർ തോട്ടമാണ്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. വീടിൻ്റെ ചുറ്റിലും റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കും. ഇതാണ് വീട് കേട്ടോ. രാവിലെ റോഹനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനും ചെറിയ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരാൾ കണ്ടില്ലേ, ഡെയിലി ഇവിടെ വരുന്നൊരു കിളിയാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ അകത്തൊക്കെ വരും. എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോവാം. ഫുൾ ടൈം വരും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. രാവിലെ നോർമലി റോഹൻ പോകുന്ന സമയത്ത് തന്നെ അവൻ്റെ കൂടെ തന്നെ ചെറിയും കുളിക്കുന്നു കേട്ടോ. ഇന്ന് ലേറ്റായിട്ടായിരുന്നു ചെറിയ എഴുന്നേറ്റ്, അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുളിയൊന്നും നടന്നില്ല. ഇനി അവനെ കുളിപ്പിച്ചിട്ട് മുറ്റത്ത് കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ജെറീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഇതിങ്ങനെ ഫുൾ ടൈം വരും കേട്ടോ. ഇത് ഏട്ടൻ്റെ അച്ഛനാണേ. അച്ഛൻ രാവിലെയും വൈകുന്നേരമെല്ലാം ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ തറവാട് വീട് കേട്ടോ. അപ്പം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും അവിടെ 6.5 വർഷം ഒരുമിച്ച് താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട്
പുതിയ വീട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറി. ഇവിടെ ഇപ്പം 4.5 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്ത ജോലി റൂമിലെ ജനലൊക്കെ തുറന്നിടണം, പിന്നെ ബെഡ്ഷീറ്റും തട്ടിയിരിക്കണം. ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. ഇവിടെ തുറക്കുമോ? അത് തുറക്കും. തുറന്നോ? ഓക്കെ, താങ്ക് യു. പിന്നെ ഓക്കെ. ഓ അതിങ്ങ എടുത്തതാ മോനെ, അവ അതിങ്ങ എടുത്തതാ. താങ്ക് യു. വാ വാ. വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് മെനക്കേടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതും ഭയങ്കര മെനക്കേടാണ് കേട്ടോ, ഇങ്ങനെ ഫോണിൽ ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട്. പിന്നെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ പല ഷോർട്സ് വീഡിയോസിലും ഞാൻ കാണിക്കാറില്ല, വീടിൻ്റെ മുറ്റത്ത് ഞാൻ തന്നെ നട്ടു വളർത്തി കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. കുറേയല്ല, കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് ഒന്നുമല്ല കേട്ടോ, നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് തന്നെയാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സപ്പോട്ട, ഇതിൽ കുറേ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇന്ന് എടുക്കാം നാളെ എടുക്കാം വീഡിയോ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അതൊക്കെ വവ്വാൽ കൊണ്ടുപോയി. ഇതാ ഇതിലിപ്പോൾ 2 വലുതായിട്ട് കിടക്കുന്ന ഇതാ ഇതുണ്ട്. പിന്നെ അല്ലാതെ ചെറുതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. രാവിലെ രോഹനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയതാ ഇതുവഴിയാണ് പോവുക കേട്ടോ. ആ സമയത്ത് കാണിച്ചിരുന്ന റബ്ബർ തോട്ടമാണിത്. ഇത് ഫ്രണ്ടിൽ റബ്ബർ തോട്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്, മേലൊക്കെ ഉണ്ട്. വലുതിപ്പം ഞാൻ പറിക്കും, ഇല്ലെങ്കിൽ വവ്വാലിന്ന് കൊണ്ടുപോകും. ഇതാണ് വീടിൻ്റെ സൈഡിലുള്ള റബ്ബർ തോട്ടം കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിൻ്റെ ഇല കൊഴിയുന്ന സമയത്ത് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. മുറ്റം അടിച്ച് വരാൻ ഭയങ്കര പാടാണ്. ഫുൾ ടൈം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ, 4 ഭാഗത്തും റബ്ബർ തോട്ടമാണ്. പിന്നെ ആ കാണുന്ന വീട് കണ്ടോ, ഞാനിതൊക്കെ എൻ്റെ മുന്നുള്ള വീഡിയോസിലെല്ലാം പറയുന്നതാണ്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കൽ കേട്ടോ. ആ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുണ്ട്. ആ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇവിടെ ഗേറ്റ് ഉണ്ട്, അതുവഴി പോവാം. കണ്ടില്ലേ, അവിടെ നല്ല വ്യൂ ആണ്, അതുകൊണ്ടാണ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇനി ബാക്കി ആ കാണുന്ന വീട് ഏട്ടൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജെറി ഉറങ്ങുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇത് തായ്ലൻഡ് മാവ് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ, ഷോർട്സ് വീഡിയോയിൽ. ഇതൊക്കെ ഞാൻ തന്നെയാണ് നട്ടത്. ഇത് ചെറി, ഇതിലൊരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. മഴ പെയ്ത സമയത്തെല്ലാം താഴെ വീണുപോയി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇടും.
ഇതിലിപ്പോൾ ആകെ 2 മാത്രം ബാക്കിയുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ, ഇതൊരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള 2 ചെറി ഞാൻ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത് അവസാനം എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ജെറിക്ക് തീരെ ക്ഷമയില്ല. ഇപ്പം കഴിക്കാൻ പോകുന്നത് കേട്ടോ. കഴിച്ചോ. ഇതാ അടുത്തത് പേരയ്ക്കാണേ. ഇതിലൊരുപാട് പേരയ്ക്ക നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തതായതുകൊണ്ട് എല്ലാത്തിലും പുഴുണ്ടാവും. അപ്പം വെയിലുള്ള സമയത്ത് ഉണ്ടായതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഒരു കറുത്ത കുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പേരയ്ക്കുണ്ട്, അത് പറിച്ചെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പേരയ്ക്കലെല്ലാം ഒരു കറുത്ത കുത്തുണ്ട്. പക്ഷെ ഇതിൽ വലിയ കുത്തില്ല. അപ്പോൾ ഇത് കുഴപ്പമുണ്ടാവില്ല. ഓ ഓക്കേ. ഇതൊക്കെ പറിച്ച് പ്ലേറ്റിൽ ഇട്ടിങ്ങനെ കാണിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ. അതായത് നമ്മൾ തന്നെ നടണം കേട്ടോ, വേറെ ആരെങ്കിലും നട്ടിട്ടല്ല, നമ്മൾ തന്നെ നട്ടിട്ട് അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴുള്ള സന്തോഷമില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പേരയ്ക്ക ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ജെറിക്ക് തീരെ ക്ഷമയില്ല. ഇതാ പേരയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. അവന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വാഴക്ക് കുത്തു കൊടുക്കാം. കഴിച്ചോ. ഓക്കേ. ഇനി അടുത്തത് പഴമാണ്. ഈ വാഴയും ഞാൻ തന്നെയാണ് കുഴിച്ചിട്ടത്. ഇത് വടകരയിൽ നിന്ന് കൊണ്ടുവന്ന വാഴയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛൻ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ നല്ല വലുപ്പമുള്ള വാഴയാണ്. അപ്പോൾ കുത്തു കൊടുക്കാനായി, ഇല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിന് കുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇതിനാണെങ്കിൽ കുത്തു കൊടുക്കാൻ ഇവിടെ വേറെ വടിയൊന്നുമില്ല, കുറച്ച് കട്ടിയുള്ള വടി വേണ്ടേ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു ഉപ്പിലല്ലേ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇവിടെ വേറെ വടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് എൻ്റെ നാട്ടിൽ ഉപ്പില്ലാന്നാണ് പറയുക. ഇവിടെ എന്തായിരുന്നു പത്തലെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ബാക്കിലുള്ള റബ്ബർ തോട്ടമാണ് ഇത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കട്ട് ചെയ്ത് ബാക്കിലോട്ടുള്ളത്. ഇപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇവിടുത്തെ മുറ്റത്തായിരിക്കും ഫുൾ 4 ഭാഗത്തുള്ള കരിയിലകളും ഇവിടെയായിരിക്കും റബ്ബറിൻ്റെ വന്ന് വീഴുക കേട്ടോ, ഇവിടുത്തെ മുറ്റത്ത്. അപ്പോൾ ഇപ്പോൾ എല്ലാം തളിർത്ത് വന്ന സമയമാണ്. അപ്പോൾ ഇത് തളിർത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഇതുണ്ടല്ലേ, ഉപ്പിലയും അതുപോലെ പ്ലാവ്, പിന്നെ തേക്ക്, പേരയ്ക്ക, ഇതിൻ്റെ ഇലകൾ ഫുൾ ടൈം ഇവിടുത്തെ മുറ്റത്ത് വീഴും. അപ്പോൾ എനിക്ക് അടിച്ചു വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ മരത്തിൻ്റെ കൊമ്പുകളൊന്നുമില്ല, മറ്റേ വാഴക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊരു കൊമ്പ് വെട്ടാന്ന്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ വെട്ടി തുടങ്ങിയതാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ നിർത്തി. ഇതാണ്. അപ്പോൾ എന്തായാലും ആ കൊമ്പെങ്കിലും ഒന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല കൊഴിയുന്നതൊന്ന് കുറയും. അപ്പോൾ ഇപ്പോൾ വെട്ടാൻ പോന്നാ കേട്ടോ. അങ്ങനെ ഈ കൊമ്പ് വെട്ടുക കേട്ടോ. ഇനി ഇത് 2ആക്കി ഒന്നുകൂടെ കട്ട് ചെയ്യണം, എന്നിട്ട് വേണം കുത്തു കൊടുക്കാൻ.
ആ മരക്കൊമ്പ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇനി ഇത് രണ്ടും കൂട്ടിക്കെട്ടണം, എന്നിട്ട് വേണം കുത്തു കൊടുക്കേ. ബാക്കി ആ സമയത്ത് കാണാം കേട്ടോ. അങ്ങനെ ഇതാ വാഴക്ക് കുത്തു കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വാഴക്ക് കുത്തൊക്കെ കൊടുക്കുന്നത്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അമ്മമ്മയും കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ടായിരിക്കും അവിടുത്തെ വാഴക്കെല്ലാം കുത്തു കൊടുപ്പിക്കുന്നത്. ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഇവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ. ഇതെന്തായാലും ഇന്നും കൂടെ കുത്തു കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ മഴയത്ത് ഇത് ഒടിഞ്ഞു പോവും. നല്ല വെയിറ്റ് ഉണ്ട് വാഴക്ക്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്തായാലും ആ കൊമ്പ് വെട്ടിയിട്ട് ഇങ്ങനെ കുത്തു കൊടുക്കണം. വാവ എന്താ കഴിക്കുന്നേ? പഴം കഴിക്കുന്നുണ്ടോ? അമ്മക്ക് തരുമോ പഴം? അമ്മക്ക് തരുമോ പഴം? വേണ്ട, മോൻ കഴിച്ചു. ഓക്കേ ഓക്കെ പറ. ഓക്കേ. ഇപ്പം സമയം 1:30 കേട്ടോ. ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ജെറീനെ ഉറക്കണം. ജെറീനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഓ ഹലോ, ഞാനും ജെറിയും കൂടെ ചോറ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ടാളും കുളിച്ച് പിന്നെ ജെറീനെ ഉറക്കി കേട്ടോ. അവൻ ഉറങ്ങുന്ന സമയത്തേ ഇതേപോലെ വീഡിയോ ചെയ്യാൻ പറ്റൂ. ഞാൻ നോർമലി എടുക്കുന്ന വീഡിയോസിൻ്റെ എല്ലാം വോയിസ് ഓവർ കൊടുക്കുന്നതെല്ലാം അവനെ ഉറക്കിയിട്ടാണ് കേട്ടോ. അതുപോലെ അവനെ ഉറക്കി. ഇനിയിപ്പോൾ റോഹൻ വരാൻ വേണ്ടിയിട്ട് 5 മണിയാവും. 5 മണിക്ക് അവൻ്റെ ബസ് വരുന്നത്. അപ്പോൾ അത്രയും സമയം നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാമല്ലോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ജസ്റ്റ് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. എന്തായാലും ഇത് ഡെയിലി വ്ളോഗിൽ ഡേ 1 ആണല്ലോ. അപ്പോൾ എൻ്റെ പേര് ജിജിന. എൻ്റെ സ്വന്തം നാടും വീടും ഒക്കെ കോഴിക്കോട് വടകരയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ നാടാണ്, കൊല്ലം ശാസ്താംകോട്ടയിൽ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ അമ്മമ്മ. അപ്പോൾ ചേച്ചി കല്യാണമെല്ലാം കഴിച്ച് ചേച്ചിയും ഫാമിലിയും സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏട്ടന് ഒരു ചേട്ടനുണ്ട്. ചേച്ചി ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ ദുബായിലാണ്, ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട് വടകരയുള്ള ഞാനിവിടെ കൊല്ലം ശാസ്താംകോട്ടിലെത്തിയത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, റോഹൻ, ജെറിൻ. പിന്നെന്താ, ഇവിടെ ഏട്ടൻ്റെ, അതായത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഏട്ടൻ്റെ പഴയ വീട്ടിൽ, തറവാട് വീട്ടിൽ ഏട്ടൻ്റെ അച്ഛനും അച്ഛൻ്റെ സെക്കൻഡ് വൈഫുമാണുള്ളത്. ഏട്ടൻ്റെ ചേട്ടനും അതുപോലെ ഞങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അടുത്തടുത്ത് വീട് വെച്ചിട്ട് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ഞാനും മക്കളുള്ളത്. ഏട്ടൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് എൻ്റെ ഫാമിലിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 1 വർഷം ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഷോർട്സിൽ ഡാൻസ് വീഡിയോസും അതുപോലെ തന്നെ വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ലോങ് വീഡിയോസിലും വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞാലേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു കണക്ഷൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ജെറി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായാലും 5 മണിന് മുന്നേ അവൻ എഴുന്നേക്കും. അപ്പോൾ നോർമലി റോഹനെ വൈകിട്ട് വിളിക്കാനൊന്നും ഞാൻ റോഡിലേക്ക് പോകാറില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ റോഡിലേക്ക് അവനെ കൊണ്ടുവിടുന്ന എൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ വൈകിട്ട് അവനെ വിളിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാം. ചിലപ്പോൾ ആ സമയത്ത് അവസ്ഥ എന്താണോ അതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ ചെറിയ ആ സമയമാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ റോഹനെ വിളിക്കാൻ വേണ്ടി പോകും. ഇല്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇത്ര നേരം മേലെ ഇരുന്നായിരുന്നു നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയ എഴുന്നേറ്റപ്പോൾ താഴത്തേക്ക് പോകുന്നു. മേലെയാണെങ്കിൽ ഭയങ്കര ചൂടും.
അതുകൊണ്ട് താഴെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്ന് റോഹനെ വിളിക്കാൻ വേണ്ടി പോകാൻ പറ്റും തോന്നുന്നില്ല. അപ്പം 4:30 ജെറി നല്ല ഉറക്കമാണ് കേട്ടോ, വീണ്ടും ഉറങ്ങി. പിന്നെ എന്തായാലും നിങ്ങളൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട്, അതായത് റോഹന് സ്കൂൾ കൂട്ടി ആ ചൂടിൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ, ഞാനൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥ കൂടെ ആയിരുന്നു കിടന്നു പോകുന്നത് കേട്ടോ. എൻ്റെ പെയിൻ എന്ന് വെച്ചാൽ അങ്ങേ അറ്റം കൂടുതൽ. ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും പെയിനൊന്നും കുറയുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് ഹാളിൽ വന്ന് കിടക്കും. എന്നിട്ട് യൂട്യൂബിൽ ഷോർട്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് എന്തെങ്കിലും ഇരുന്ന് കാണുന്നു. ആരുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഒന്നും വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വടകരയിലേക്ക്. അപ്പോൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയൊക്കെ ആയിരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിച്ച് പിന്നെയും കിടക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഡെയിലി ഞാനിങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ വീടിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക് കേട്ടോ. പക്ഷെ ആ സമയത്ത് അതൊന്നുമില്ല. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഫുഡ് ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു എന്നല്ലാണ്ട് എക്സ്ട്രാ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ പെയിന് കാരണം ആഴ്ചയിൽ ഒരു ദിവസമേ ഞാൻ മുറ്റടിച്ച് വരുന്നത്. ഇത് അതുപോലുമില്ല, മുറ്റത്തൊന്നും ഇറങ്ങുന്നേയില്ല. ഫുൾ പുല്ലൊക്കെ പൊടിച്ച് ആകെ ഒരു അവസ്ഥയിലെ മുറ്റം മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. മൈൻഡും ഒന്ന് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നേയില്ല, അല്ലെങ്കിൽ ആരുടെ അടുത്ത് സംസാരിക്കാൻ തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു മൂഡ് മൊത്തം ഒരു ഫുൾ ടൈം ഒരു മൂഡ് സ്വിങ്സിൻ്റെ ഒരു അങ്ങേ അറ്റൊരവസ്ഥ. അപ്പോൾ നോർമലി ഞാൻ ഇതിന് മുന്നേ ഒക്കെ എൻ്റെ അകക്കോടുള്ള ഒരു ആശ്രയം ഇങ്ങനെ വേറെ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്ന ഇങ്ങനെ വാട്സപ്പിൽ ഞാനിപ്പോൾ എൻ്റെ ഏച്ചി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഷിമ്യ അല്ലെങ്കിൽ എൻ്റെ മാമി ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വാട്സപ്പിൽ വോയിസ് അയച്ചിട്ട് എനിക്ക് അതിലും ഒരു താല്പര്യമില്ല. ആകെ സംസാരിക്കുന്നത് വീട്ടിൽ അമ്മേനെ ഫോൺ വിളിച്ച് സംസാരിക്കും, പിന്നെ ഇവിടെ ഏട്ടനുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ പുറത്തുള്ള ആരുമായിട്ടും അങ്ങനെ വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഒന്നും ഒരു പ്രത്യേക ഒരവസ്ഥ. അപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. ഡെയിലി ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഡെയിലി വീടടിച്ചവരും തുടക്കമൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് എന്നല്ലാണ്ടൊന്നും മടക്കി വെക്കുന്നില്ല, എക്സ്ട്രാ വേറൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ, എല്ലാ സ്ഥലവും. ഇല്ല എൻ്റെ മൈൻഡ് ഒരുമാതിരി ആയിരിക്കും. ഇത് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ അവസ്ഥ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടുമില്ല. പെയിനൊക്കെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ പെയിനൊക്കെ ഭയങ്കര കൂടി നിൽക്കുന്നതും കൂടെ ഒരവസ്ഥയും. അങ്ങനെ പിന്നെ എന്തായാലും ഇത് മാറ്റിയെടുക്കണമല്ലോ. എനിക്കാണെങ്കിൽ പെയിന് ഭയങ്കര കൂടുതലും എക്സ്ട്രാ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ മുറ്റം അടിച്ചു വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു വരുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ വീടിനടുത്തുള്ളൊരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് അത് മുറ്റടിച്ച് വരപ്പിക്കുന്നതൊക്കെ ചേച്ചീനെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുക വീടിനടുത്തുള്ള. എനിക്ക് പറ്റൂല, പെയിന് കാരണം എനിക്ക് പറ്റൂല. ഞാനങ്ങ് ഉറപ്പിച്ചു, ഇനി എനിക്ക് മുറ്റടിച്ച് വരാനേ പറ്റൂല എന്ന് ഞാൻ എൻ്റെ മനസ്സിലങ്ങ് ഉറപ്പിച്ചൊരവസ്ഥ. അപ്പോൾ മൈൻഡ് മൊത്തം ഒരുമാതിരി അവസ്ഥ എന്ന് പറയില്ലേ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഇത് മാറ്റിയെടുത്തേ പറ്റുമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒന്ന് തുണിയൊക്കെ എന്ന് വെച്ചാൽ റൂമിൽ ബെഡിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്, അവിടെ തന്നെ എടുത്തിട്ടാണ് കുളിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ കേട്ടോ. അപ്പോൾ വീടൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്, പക്ഷെ എന്നാലും നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മാറ്റിയെടുത്തത്. ആരോടും ഞാൻ ഇതൊന്നും ആരോട്ടും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളടുത്ത് ഇപ്പം ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ അങ്ങനെ പെയിനാണെങ്കിൽ അങ്ങേയറ്റം കൂടി എനിക്ക് ഈ മുറ്റമൊന്നും അടിച്ചാരാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥ. ഞാനിപ്പോൾ എനിക്ക് ഈ അസുഖം ഉണ്ടെങ്കിലും ശരി, എന്താ പറയുക, ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഫുൾ വീടിൻ്റെ 4 ഭാഗം ഒരു സമയത്ത് തന്നെ അങ്ങ് അടിച്ചു വരും, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഈ അടുത്തായിട്ട് ഒരു സമയത്ത്, അതായത് ഒരു ദിവസം വീടിൻ്റെ ഒരു ഭാഗം അടിച്ചു വരാം, ആഴ്ചയിൽ ഒരു ദിവസം വീടിൻ്റെ ഒരു ഭാഗം അടിച്ചു വരും, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അടുത്ത ഭാഗം, പിന്നെ അങ്ങനെ പറ്റും പെയിന് കാരണം തന്നെ അങ്ങനെ. പക്ഷെ അതും ചെയ്യാണ്ടായി, അതും ചെയ്യുന്നില്ല. അടുത്തുള്ളൊരു ചേച്ചിനെ വിളിച്ചിട്ട് മുറ്റം അടിച്ചു വരിപ്പിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം, ഇതൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് പറ്റൂല എന്നങ്ങ് ഉറപ്പിച്ച് ഞാൻ എൻ്റെ മനസ്സിലായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നാലോചിച്ചപ്പോൾ ഇല്ല, ഇതൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം. എനിക്ക് നടക്കുമ്പോൾ പോലും ഭയങ്കര പെയിനും കാര്യങ്ങളും, ഞാൻ യൂട്യൂബിലൊന്നും ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ സ്വയം മാറ്റിയെടുക്കാമെന്നും വേണ്ട. ആദ്യം ഞാനിവിടെ എനിക്കെന്തെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ക്ലീനിങ് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിട്ട് പോലും ഞാൻ ഡെയിലി വീട് അടിച്ചു വരുന്നുണ്ട്, തുടക്കമൊക്കെ ഡെയിലി ചെയ്യും കേട്ടോ. അതെനിക്ക് ചെയ്യാണ്ട് എനിക്കൊരു ദിവസം പോലും കിടന്നുറങ്ങാൻ പറ്റില്ല. അടിച്ചു വരാൻ തുടക്കവും ചെയ്യണം എനിക്ക്.
അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഇത് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചു കേട്ടോ. എന്നിട്ട് അതായത് ഡെയിലി ഞാൻ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടുവന്നൊന്നും നമുക്ക് പെട്ടെന്ന് എല്ലാ ജോലിയും ചെയ്തതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ പെയിന് കൂടും, അല്ലെങ്കിൽ മൈൻഡ് മൊത്തത്തിൽ ഒരു വേറൊരു അവസ്ഥയിലെത്തിപ്പോൾ. അങ്ങനെ ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചു ഒരു ദിവസം, അതായത് മോൻ്റെ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. എന്തായാലും ഡെയിലി വ്ലോഗ് ചെയ്യാം, പിന്നെ അപ്പോൾ എനിക്കിങ്ങനെ മൈൻഡും കുറേ മാറ്റം ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് അതായത് വീടിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട്, അതായത് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം ക്ലീൻ ചെയ്യാം. എന്നിട്ട് അതായത് നമ്മളെ വീട് നോർമലി ഞാൻ എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഫുൾ ക്ലീൻ ആക്കി വെക്കുന്നതാണ്. മുറ്റം എന്ന് വെച്ചാൽ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അടിച്ചു തരാൻ പറ്റുമല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ അടിച്ചു തരും. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ആ സമയത്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്തല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും വീണ്ടും ഇതൊക്കെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാം. ഞാൻ മൈൻഡ് എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആകുന്ന സമയത്ത് ഞാൻ വീട് ക്ലീൻ ചെയ്യും, അപ്പോഴാണ് മൈൻഡ് നോക്കിയാവുക. എന്ന് വെച്ചാൽ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് ഇരുന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. നമുക്ക് ഭയങ്കര വീട് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും, അതായിരിക്കും അവസ്ഥ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു ദിവസം എടുത്ത് ഒരു റൂം ക്ലീൻ ചെയ്തു, അടുത്ത ദിവസം അടുത്ത റൂം, പിന്നെ ഒരു ദിവസം എടുത്ത് ഹാള്. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ വീട് ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. അതിൻ്റേതായ ഒക്കെ ഞാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യണേ. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കുമ്പോൾ, ഒരു വെപ്രാളം. അങ്ങനെ ഓക്കെ. അപ്പോൾ അങ്ങനെ വീടൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മോൻ്റെ സ്കൂൾ തുറക്കുന്ന സമയം മുതൽ ഡെയിലി വ്ലോഗ് ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ഒന്ന് നമ്മളെ മൈൻഡൊന്ന് മാറ്റിയെടുക്കണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുകയേ ഇല്ല, ഇനി എനിക്ക് എന്തായാലും മുറ്റടിച്ച് വരാനേ പറ്റൂല, ഞാൻ എന്തായാലും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച കാര്യമാണ്, പെയിന് കാരണമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങ് പെയിനിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയം തൊട്ട്, അതായത് ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പേ തൊട്ട് ഞാൻ എന്ത് ചെയ്തു, ഡെയിലി മുറ്റടിക്കാൻ അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ഡെയിലി ആദ്യ ദിവസം അടിച്ചു വരി പെയിന് അങ്ങേയറ്റം കൂടെ നിൽക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരട്ടി വേദന, അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അതേ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെയും അടിച്ചു വരി, അപ്പോൾ പിന്നെ ഇരട്ടി. 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, ഇന്നലെ വരെ ഞാൻ അതായത് എൻ്റെ പെയിന് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അടിച്ചു വാരി എന്നെ കൂടെ പറ്റും എന്നുള്ളത്, അതായത് ഇല്ല എനിക്കിത് പറ്റൂല എന്നൊക്കെ ചിലപ്പോൾ ഞാൻ അവസ്ഥയെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി, എനിക്കിതൊന്നും പറ്റൂല, ചിലപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോവും. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇപ്പം ഇന്നലെ വരെ അടിച്ചു വരിയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു വേദന, അതിൻ്റെ ഇരട്ടിയായിരുന്നു 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസവും കൂടുതലായിരുന്നു, 4-ാമത്തെ ദിവസം കുറഞ്ഞു, 5-ാമത്തെ ദിവസം അതിലും കുറഞ്ഞ അവസ്ഥയായി കേട്ടോ. ഇന്നലെ അടിച്ചു വരുമ്പോഴത്തേക്ക് അതിലും കുറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റൂല എന്ന് തോന്നിയ സംഭവം അതും ഒരു സമയത്ത് തന്നെ, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ, ഒരു ദിവസത്തിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഭാഗം, അടുത്ത ദിവസം അടുത്ത ഭാഗം, അങ്ങനെയാണല്ലോ അടിച്ചു വരിക്കൊണ്ടിരുന്നത്. ഇതല്ല, എല്ലാ ദിവസവും ഞാൻ 4 ഭാഗവും ഒരേ സമയത്ത് തന്നെ അടിച്ചു വരും, ഒരു ദിവസം തന്നെ അടിച്ചു വരും അവസ്ഥയാവുകയും ചെയ്ത്. ഈ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു വരിട്ട് എൻ്റെ പെയിന് ഞാൻ നന്നായിട്ട് കുറച്ചിട്ട്, പെയിന് മാത്രമല്ല മൈൻഡും ഒക്കെ തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട്, എന്താ പറയുക, ഒരു ഹാപ്പി മൂഡായി. ഞാൻ പഴയ ഈ 1.5 മാസം മുമ്പുള്ള ഞാൻ തന്നെ ആയി മാറി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മനസ്സല്ലേ, അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. മൂഡ് സ്വിങ്സ് എന്നൊക്കെ SLE ഫൈബ്രോമയാൾജിയൊക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പം എൻ്റെ SLE അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ പേഷ്യൻസ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും നല്ലോണം കേട്ടോ. അപ്പം അല്ലാതെ നോർമൽ ആൾക്കാർക്ക് തന്നെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഉണ്ടാവില്ലേ. അപ്പം ഞങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒന്നുകൂടെ അതിൻ്റെ ഒരു 10 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ മൈൻഡ് എൻ്റെ ഇങ്ങനെയായിരുന്നു ഇത്രയും ദിവസം. അപ്പം ഞാൻ അതൊക്കെ ഞാൻ തന്നെ സ്വയം, അതായത് വേറെ ഒരാളെടുത്ത് ഞാനിത് ഷെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആരും വിചാരിച്ചാലും ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമുക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു വന്നാൽ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ അതായത് നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരെയും കൂടിയാണ് അത് ബാധിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീട്ടിൽ ഞാനും മക്കളും ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മൂഡ് മൊത്തത്തിൽ അങ്ങ് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആണെങ്കിൽ എൻ്റെ മക്കളെയും സ്വാഭാവികമായിട്ട് അതും ബാധിക്കും.
അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം ഏട്ടൻ നാട്ടിൽ വരുമ്പോഴേക്കും ഇനി പോകുന്നുണ്ടാവും ഹോസ്പിറ്റലിൽ. എന്നാലും എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. എനിക്ക് എന്താ പറയുക, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് വരെ ഞാൻ തീരുമാനിച്ചു പോയൊരവസ്ഥ. മെൻ്റലി ഞാനങ്ങ് ഉറപ്പിച്ചതാണ്. പക്ഷെ ഞാൻ തന്നെ മാറ്റിയെടുത്തു കേട്ടോ. ജെറി എഴുന്നേറ്റ് കേട്ടോ. പിന്നെ റോഹനും ഇപ്പോൾ വരും. എന്തായാലും ഞാൻ ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പം ഇവൻ്റെ സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ അവസ്ഥ, ഞാൻ കടന്നുപോയ അവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനൊരു അവസ്ഥ, അതായത് എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് നമ്മൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു എന്നുണ്ടെങ്കിൽ നമുക്കേ അത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് എനിക്ക് മെസ്സേജ് അയക്കുന്നൊരു SLE പേഷ്യൻ്റ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഡാൻസിൻ്റെ എല്ലാം വീഡിയോ ഇടുന്ന സമയത്ത്, ഡാൻസെല്ലാം കളിക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊന്നും കളിക്കാൻ പറ്റുമോ, അതായത് വേദന ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറ്റുമായിരിക്കില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് പറഞ്ഞതെന്ന് പറയുമോ, അതായത് എനിക്ക് എൻ്റെ പേരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുമോ, എനിക്ക് എൻ്റെ പേരെന്ന് പറയുന്നത് അങ്ങേയറ്റം കൂടുതലാണ്. എനിക്ക് നോർമലി തന്നെ, അതായത് നോർമലി തന്നെ എൻ്റെ നട്ടൽ എനിക്ക് തൊടാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വേദനയാണ് നട്ടലിൻ്റെ അവസ്ഥ. പിന്നെ ഷോൾഡർ ആയാലും കാലായാലും എല്ലാ ഭാഗങ്ങളും നല്ല പെയിനാണ്. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഒന്നും, അതായത് പെയിന് കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ എന്തായാലും പെയിന് സഹിക്കുന്നുണ്ടല്ലോ. ഈ പെയിനൊന്നും എന്താ പറയുക, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇനി കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് പെയിനൊക്കെ ഒന്ന് മാറുമായിരിക്കും എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അന്നേരം ചെയ്യുക. അതായത് ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കണ്ട. അതായത് പെയിൻ എന്തായാലും ഉണ്ട്, എന്നാലും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ, ഞാനിപ്പോൾ എനിക്ക് എത്ര വേദന സഹിച്ചുകൊണ്ടാണ് ഡാൻസ് എല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയുണ്ട്. അതായത് എൻ്റെ SLE അല്ല, ആർത്രൈറ്റിസും ഫൈബ്രോമയാൽജിയും. എനിക്ക് SLE, ഫൈബ്രോമയാൽജി ഈ രണ്ട് ദിവസവും. അപ്പോൾ ഉണ്ടായിട്ടും ഞാൻ ഡാൻസ് എല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ചേട്ടനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചിനെ ഡാൻസ് ചെയ്യുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങ് ചെയ്യുക, അല്ലാണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുക. അല്ലെ പിന്നെ നാളെ ഒരു ദിവസം വേദന കുറയും, ആ സമയത്ത് ചെയ്യുക, അതൊന്നും വേണ്ട. ഇന്ന് തന്നെ ചെയ്യുക. എന്തായാലും വേദന സഹിക്കണം, ഇന്ന് തന്നെ ചെയ്യുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് ചെയ്യുക എന്നല്ലാണ്ട് നാളത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. അപ്പോൾ വേദന മാറോ ഇല്ലയോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നടക്കാൻ പറ്റിയ കണ്ടീഷനായിരിക്കും, നാളെ നടക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിലോ, അപ്പോൾ അയ്യോ നടക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ എനിക്ക് ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പല കാര്യങ്ങളും, ഈ ഡാൻസിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ എപ്പോഴും മൈൻഡിൽ വിചാരിക്കല്ലോ കേട്ടോ. അല്ല നാളെ അത് മാറുമായിരിക്കും, അല്ല നാളെ അങ്ങനെ ആയിരിക്കും, അങ്ങനൊരു കാര്യമേ ഞാൻ ചിന്തിക്കില്ല. ഇന്നെങ്ങനെയാണോ ഉള്ളത് ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കൽ. ഇന്നത്തെ പ്രസൻറ്റ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഡാൻസൊന്നും ചെയ്യുക എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ, പക്ഷെ ഞാൻ ചെയ്യും. എന്തായാലും വേദന ചെയ്താലും ഉണ്ട്, ചെയ്തില്ലെങ്കിലും ഉണ്ട്. അപ്പോൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യങ്ങളും നാളത്തേക്ക് വെക്കരുത്, ഇന്നത്തേക്ക്. ഇപ്പം നാളത്തേക്ക് വെക്കുന്നതുകൊണ്ട് വേറെയും ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചോ, അത് നാളെ, അതായത് നമ്മളെല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നിട്ട് ചെയ്യാന്നുള്ള വിചാരിച്ചിരുന്നെന്ന് വെച്ചോ. പക്ഷെ നമ്മൾ അതൊക്കെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആക്കി വന്നാലും ആ സമയത്ത് നമ്മളെ ആഗ്രഹം നമുക്കില്ലാണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എനിക്ക് ഡാൻസ് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ആഗ്രഹമുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് അസുഖമെല്ലാം മാറട്ടെ, മാറില്ല, ഒന്ന് കൺട്രോൾ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നെന്ന് വെച്ചോ. അപ്പം നാളെ ചിലപ്പോൾ ഇന്ന് നടക്കുന്ന ചിലപ്പോൾ എനിക്ക് നാളെ നടക്കാൻ പറ്റിയില്ലെങ്കിലോ അന്ന് ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നാളെ എനിക്ക് ആഗ്രഹം ഉണ്ടാവണം എന്നില്ലല്ലോ. നാളെ എന്തായാലും മനുഷ്യന്മാരെ കാര്യമാണ്. ഇന്നിപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് ആ സമയത്ത് തന്നെ നടത്തണം. നാളത്തേക്ക് മാറ്റി വെച്ചാൽ എന്തായാലും നാളത്തേക്ക് മാറ്റി വെക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, നമ്മളെ ആ സമയത്തെ സാഹചര്യങ്ങളും അല്ലെ ആ സമയത്തെ അവസ്ഥയും ചിലപ്പം ഭയങ്കര അവസ്ഥകളായിരിക്കും. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തു. ഇന്നിപ്പം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഈ മരത്തിൻ്റെ കൊമ്പ് വെട്ടുന്നതും അതുപോലെ അതായത്
അതായത് എൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ചിലരൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, അവർക്കൊന്നും അതായത് എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. കുഞ്ഞെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും പെയിന് കൂടും. എനിക്കും പെയിന് കൂടുവേ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും അസുഖമായി അല്ല രോഗിയായിട്ട് മാറുകയേ ഉള്ളൂ. നമുക്കിതൊന്നും ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇന്ന് ഞാനിപ്പോൾ ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഞാനിതൊക്കെ നോർമലി ചെയ്യുന്ന കേട്ടോ. വീഡിയോ ഇപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ചേച്ചിനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചേച്ചിനൊക്കെ ഈ 2 അസുഖങ്ങളുണ്ട്, എന്നിട്ട് ചേച്ചിനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്കും ഈ സെയിം അസുഖമല്ലേ, എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ ചെയ്യാണ്ടിരിക്കുവാണല്ലോ, എനിക്കും അപ്പോൾ ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ള രീതിയിൽ ഒരു നിമിഷമെങ്കിലും അങ്ങനെ ഒരു ചിന്തയെങ്കിലും വരൂലേ. അപ്പം നാളെ മുതൽ ഞാൻ ചെയ്യട്ടെ. ഇന്നിപ്പം വീടിനകത്ത് പിന്നെ അതായത് ഇരുന്നും കിടന്നും എന്താ പറയുക, ഈ അവസ്ഥ ഇങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതായത് ഇരുന്നും കിടന്നും അവസ്ഥ കടന്നു പോകുമ്പോൾ അതായത് മെൻ്റലിയും അതുപോലെ ഫിസിക്കലിയും അങ്ങേയറ്റം ഡൗൺ ആവുകയുള്ളൂ കേട്ടോ. അവസ്ഥ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് മാറ്റിയെടുക്കണം. അതായത് പെയിന് നാളത്തേക്ക് മാറും എന്നുള്ള ചിന്ത വേണ്ട, അങ്ങനൊരു ചിന്തയേ വേണ്ട. അതായത് ഇന്ന് നമുക്ക് പെയിൻ ഉണ്ടായിക്കോട്ടെ, ആ പെയിന് ഉണ്ടല്ലോ, ആ പെയിന് വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവം കൊണ്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ ചുമ്മാതിരിക്കുമ്പോഴാണ് എനിക്ക് പെയിന് കൂടുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെയിന് അതായത് ഫുൾ മാറുമൊന്നുമില്ല, എന്നാൽ പെയിന് കൺട്രോൾ ആവുകയും ചെയ്യും. അതുമല്ല എന്തായാലും പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് അസുഖമാണ്, ഞാൻ എവിടെയെങ്കിലും വേദനയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ കിടക്കട്ടെ അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ എത്ര വേദന സഹിച്ചാണ് ഇതൊക്കെ ചെയ്തെന്നറിയോ. എൻ്റെ നട്ടിൽ നോർമലി തന്നെ അത് ഫിക്സഡ് ആണ്, തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നട്ടലിന്. എന്നിട്ട് ഞാനിതൊക്കെ ചെയ്തില്ലേ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ കാരണം എന്തെങ്കിലും ഒരു രീതിയിലൊരു മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ വീഡിയോ കണ്ടത്. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്യാനിരുന്ന കാര്യമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ മരം വെട്ടി തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു, അപ്പം നിർത്തി. പിന്നെ ഞാൻ ആലോചിച്ചു നോക്കി വീഡിയോ എടുക്കുന്ന ദിവസം ചെയ്യാം, അതാകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും കൂടി കുറച്ചൊരു പ്രചോദനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യാം, എന്തായാലും ചെയ്താലും ഇല്ലെങ്കിലും പെയിനുണ്ട്, ആ ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇപ്പം റോഹം വരും, ജെറി എഴുന്നേറ്റു, അവൻ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അതൊക്കെ സംസാരിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലോ എന്താ പറയുക, സംസാരിച്ചൊരു ഇതൊന്നും ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കിളി ഫുഡിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ എന്തെങ്കിലും ബ്രെഡിൻ്റെ കഷ്ണം എന്തെങ്കിലും കൊടുക്കണം. പിന്നെ റോഹനിപ്പോൾ വരും, 5 മണിയാവാറായി. അപ്പോൾ ചായ ഇട്ടിട്ട് ഇപ്പോൾ മക്കൾ ഒരുമിച്ചിട്ട് ഇരുന്ന് കഴിച്ചിട്ട് ഇനി റോഹന് ട്യൂഷനുണ്ട്, അങ്ങോട്ടേക്ക് പോകും. പിന്നെ ബാക്കി വിശേഷത്തിൽ രാത്രിയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് ബിസിയാണ്, അപ്പോൾ രാത്രി കാണാം. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ തവണ, അതായത് കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്ത് തന്നു കേട്ടോ ഫുഡിന്. ക്ഷമ നശിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഇങ്ങോട്ട് വിളിക്കാം. കിളി ഇവിടെ വരുന്നുണ്ട്, വന്നു. സത്യം പറയാലോ, ഈ ഒരു അവസ്ഥ എന്ത് സന്തോഷമാണെന്നറിയാവോ. കിളി വന്ന് ഇവിടെ വന്ന് ഫുഡിങ്ങനെ കൊത്തി കഴിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഡെയിലി ഇതൊരു ദിവസം വന്നില്ലെങ്കിലും മനസ്സ് അതേപോലെ ഒരുമാതിരി അവസ്ഥയായിരിക്കും കേട്ടോ. ഭയങ്കര സന്തോഷം. വൈകിട്ട് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മിക്ക ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം കാണിച്ചു കേട്ടോ. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് നെയ്യിലാദ്യം നേന്ത്രപ്പഴം വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ മുട്ട പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതും മുട്ടയും, അതായത് മുട്ട നല്ലതുപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കുക. മുട്ട വെന്തതിന് ശേഷം അതിലേക്ക് ഈ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, വയറ്റി വെച്ച പഴം, അത് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹലോ. റോഹൻ വൈകിട്ട് സ്കൂളും വിട്ട് വന്ന് പിന്നെ ചായയും കുടിച്ച് ട്യൂഷൻ പോയല്ലോ. ആ സമയത്ത് ജെറി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് ഞാൻ കടയിലേക്ക് പോയി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു കേട്ടോ. രാവിലെ ആണെങ്കിൽ റോഹൻ പോയി കഴിഞ്ഞാൽ അവനെ ബസ് കയറ്റി ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ ജെറി ഫുൾ മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ തിരിച്ച് വൈകിട്ട് വന്നാലാണ് ഒന്ന് ഹാപ്പി ആവുന്നത് കേട്ടോ. പിന്നെ
വന്നു കഴിഞ്ഞാലാണെങ്കിൽ ചായ കുടിച്ചൊരു 10-15 മിനിറ്റിനുള്ളിൽ റോഹൻ ട്യൂഷൻ പോവും. ട്യൂഷൻ ക്ലാസ് വരുന്ന ഒരു വീട്ടിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഈ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവൻ വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ രണ്ടാളും റൂമിലിരുന്ന് കളിക്കും. ഇപ്പോൾ രണ്ടാളും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് സ്വതവേ ഇപ്പം മീൻകറി ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്കതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ചോറ് കഴിക്കണം, പാത്രം കഴുകണം, പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇനി ചോറ് കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. ഹലോ, ജെറീൻ്റെ സൗണ്ട് കാരണം ചോറ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇനി എനിക്ക് പാത്രം കഴുകണം, പിന്നെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.